സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് നിമിഷ ബിജോ. നിമിഷയുടെ ചില വീഡിയോകൾ വിവാദമായിട്ടുമുണ്ട്. കടുത്ത സൈബർ ആക്രമണത്തിൽ നിമിഷയ്ക്ക് നേരിടേണ്ടി വരാറുമുണ്ട്. വസ്ത്രധാരണം ശരിയല്ലെന്ന് പ്രധാനമായും വരാറുള്ള കമൻറ്റുകൾ. പലപ്പോഴും മോശം കമൻറ്റുകളെ നിമിഷ അവഗണിക്കാറാണ് പതിവ്. ഇപ്പോഴിത് താൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന് പിന്നാലെ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നിമിഷ ബിജോ. ജീവിതം വഴിമുട്ടിയപ്പോഴാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തനിക്ക് തുണയായെന്ന് നിമിഷ പറയുന്നു. അഭിമുഖത്തിൽ നിമിഷ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: വീട്ടമ്മയായി ഒതുങ്ങി നിൽക്കേണ്ട ആളല്ലായിരുന്നു ഞാൻ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ചിരുന്നയാൾ. കൊച്ചിൻ്റെ സ്കൂളിൽ 2 വർഷം ഡാൻസ് ടീച്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അമ്മായിയമ്മ പോരുമായി കഴിഞ്ഞയാൾ. 2 കാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുള്ളവരുമായി നിമിഷയ്ക്കുണ്ടായിരുന്നു. എൻ്റെ കുടുംബം തന്നെയാണ് എപ്പോഴും എനിക്ക് വലുത്. ചേട്ടൻ്റെ കുടുംബവുമായി ഹൈ ബൈ ബന്ധമേ ഉള്ളൂ. ഞങ്ങൾക്ക് റബ്ബറിൻ്റെ വർക്കായിരുന്നു ആദ്യകാലങ്ങളിൽ. അത് വളരെ നഷ്ടത്തിലുമായിരുന്നു. കൊറോണ സമയത്താണ് ചേട്ടന് വയ്യാതായത്. റബ്ബർ വെട്ടാനൊന്നും പോകലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യമായിരുന്നു. മുന്നോട്ട് പോകണോ ജീവിക്കണോ എന്നൊരു സാഹചര്യം. അന്ന് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്നും അറിയില്ലായിരുന്നു. ചേട്ടൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. ചാനൽ തുടങ്ങണമെന്ന് ആലോചിച്ചു. പള്ളിയോടത്തിൽ കയറി വിവാദമായതോടെ നിമിഷ ബിജോ വൈറലായി. കടുത്ത സൈബർ ആക്രമണവും അധിക്ഷേപവും നേരിട്ട തനിക്ക് ആശ്വാസമായി വന്നത് തൻ്റെ ഭർത്താവാണെന്ന് നിമിഷ പറയുന്നു. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നേടണം. ബിജോ ചേട്ടൻ ഒപ്പം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ തകർന്നു പോയേനെ. എനിക്കറിയാം നീ ആരാണെന്നും നീ എന്താണെന്നും എന്നും അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. നീ ഈ പണിക്ക് പോയാൽ ചത്തുപോയെന്ന് ഡോക്ടർ അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വെളുപ്പിന് പോകാറുമുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ചെറിയ പ്രശ്നത്തിന് പോലും ഭർത്താവിനെ വിട്ടുപോകും. എന്നാൽ തനിക്കത് തയ്യാറായിരുന്നില്ല. നീ കളഞ്ഞിട്ട് വാ, എനിക്ക് ജീവിതം തരാമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. മനസ്സറിഞ്ഞ് ഒരാളെ സ്നേഹിക്കുവാൻ പറ്റത്തുള്ളെന്ന് നിമിഷ വ്യക്തമാക്കി. ഞങ്ങൾ പ്രണയിച്ച് വിവാഹിതം ചെയ്തതല്ല. എൻ്റെ അച്ഛൻ ബിജോ ചേട്ടനെ കണ്ട് പരിചയപ്പെട്ട ഫാമിലിയിലേക്ക് കൊണ്ടുവന്നതാണ്. ചെറിയ പ്രായത്തിലായിരുന്നു ഞങ്ങളുടെ ഇരുവരുടെയും വിവാഹം. ബിജോ ചേട്ടന് ക്രിസ്ത്യാനിയായ പെൺകുട്ടിയെ കല്യാണം ആലോചിച്ചു. എന്നാൽ കുടുംബമില്ലെന്ന് പറഞ്ഞ് കൊടുത്തില്ല. എൻ്റെ കൊച്ചിന് പ്രായമായാൽ നിനക്ക് കെട്ടിച്ചു തരാമെന്ന് അച്ചമ്മ പറഞ്ഞു. അങ്ങനെയാണ് വിവാഹം നടക്കുന്നതെന്ന് നിമിഷ ബിജോ വ്യക്തമാക്കി.